എന്തൊരു കെയറാണ് ഈ മനുഷ്യന്. മാരക പാക്കേജിംഗ് ഒക്കെയാണ്, എന്തോ പൊട്ടുന്ന സാധനമാണ്. മഗ്സാണ്, ഒരു ഭംഗിയൊക്കെ ഉണ്ട്. മഗ്സാണ്, 4 എണ്ണം ഉണ്ട്. നല്ല കിടിലം പാക്കേജിംഗ് ഒക്കെ ആയിരുന്നു. ഫേസ് ടൂള് ചായ ഒഴിച്ച് കുടിക്കുന്നത് അപ്പോൾ നല്ല പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കുഴപ്പമില്ല. ഇതിൽ പച്ച മലയാളത്തിൽ അല്ല, പച്ച ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രജൈൽ. പക്ഷെ ഞാൻ കണ്ടില്ല. ഹാൻഡിൽ വിത്ത് കെയർ. പക്ഷെ ഞാൻ ഫുൾ ഹാൻഡിൽ വിത്ത് കെയർ ആയിരുന്നു അല്ലേ? അടുത്തത് വലിയ രീതിയിൽ എഴുതിയിട്ടുണ്ട് ഫ്രജൈൽ എന്ന്. അപ്പൊ തുറന്നു നോക്കാം. കേക്കല്ല, ബ്രേക്കബിൾ അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കണ്ടെയ്നർ ബോക്സ്. കണ്ടെയ്നർ ഐ മീൻ പാത്രങ്ങളാണ്. 3 ലെവൽ. വളരെ പാക്കേജ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഫ്രജൈലാവുന്നു. മേ ബി എന്തോ നല്ല പ്രൊഡക്റ്റ് അതിനെ കൊണ്ടായിരിക്കാം. മാരക കവറിംഗ് ഒക്കെയാണ്, ഓരോന്നിനും ഓരോ കവറിംഗ് ഒക്കെ ആയിട്ട്. കൊള്ളാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ? അതിൽ അതായത് ഇതും ഫ്രിഡ്ജിലേക്കുള്ളത് തന്നെയാണ് മെയിൻലി. ഈ കറിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉപ്പേരിയായിട്ട് മറ്റായിട്ട് കുറച്ച് രാവിലെ വെച്ചത് അല്ല ഉച്ചയ്ക്ക് വെച്ച് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വെച്ചത് നേരെ രാവിലേക്ക് വെക്കുമ്പോൾ ഓരോ ടൈപ്പ് കോപ്പയിലിട്ട് ചിലത് അടച്ച് വെക്കൂല. ഞാനതിൽ അടച്ച് വെക്കില്ല, പാരൻസ് അതിൽ അടച്ച് വെക്കൂല. അപ്പോൾ അതിന് പകരം കാണാൻ എഗെയിൻ എസ്തെറ്റിക്സിന് വേണ്ടി 3 സൈസിലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ ഇത് ആകുമ്പോൾ ഒരേപോലെ തന്നെ സാധനങ്ങൾ കാണുമ്പോൾ തന്നെ പകുതി വൃത്തി വരും. അപ്പോൾ ഈ ഒരു ഇതിൽ കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ എന്താണ് അത്, പിന്നെ അതിൽ കുറച്ച് അത് അതിൻ്റെ കുറച്ച് അത്. അപ്പോൾ ലിഡ് അടക്കം ഉള്ളതാണ് ക്ലോസ്ഡായിട്ട്. ഫ്രീസറായാലും ഇതിൽ വെക്കാൻ പറ്റിയ. മേ ബി ഇത്രത്തെ ഒന്നോട് സെറ്റ് കൂടി വാങ്ങേണ്ടിരുന്നു. ഒരുപാട് ഐറ്റംസ് വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ അറിയില്ല. നോക്കാം. നൂലൊക്കെ വരുന്നുണ്ട്, നോക്കി നോക്കാം. ഇത് പ്ലാസ്റ്റിക്, ഇവിടെ വേറെ എന്തൊരു മെറ്റീരിയൽ, പിന്നെ വേറെ സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ് ഇതിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നത്. നോക്കാം. അടുത്തത് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെറിയ സാധനം എന്താണ്, ലെറ്റ്സ് സീ എന്താ നോക്കാം. ഇതാണ് നേരത്തെ ഒരു സൺ ലാമ്പ് കണ്ടില്ലേ, അത് ഞാൻ ഒരു എക്സ്ട്രാ ഒരാവശ്യമില്ല, എന്നാലും എക്സ്ട്രാക്ക് വേണ്ടി വാങ്ങി. ഇതായിരുന്നു ഞാൻ നോക്കി ഓർഡർ ചെയ്തത്. എത്രത്തോളം നല്ല പ്രൊഡക്റ്റാണെന്ന് അറിയില്ല. റിവ്യൂ ഒക്കെ ഓക്കെ ആയിരുന്നു, റേറ്റിങ്സ് ഉണ്ട്. ഇതിനും ഏകദേശം ഒരു 2K എന്തോ ആണ് വരുന്നത്. ഇതാണ് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ. മറ്റേത് സൺ ലാമ്പ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഫോട്ടോയിൽ വീഡിയോസിലൊക്കെ ഉള്ളത് ഒരു ഗോളം പോലെ ആ ഒരു സംഭവമാണ്. ഇത് നമ്മളെ അധിക യൂട്യൂബേഴ്സിൻ്റെയും ഇതേപോലെ ഫേസ് വീഡിയോസ് അല്ലെങ്കിൽ ഓരോ വീഡിയോസിലുള്ള പോലെ ബാക്കിലൊരു ഓറ പോലെ കാണാം. ആ ഒരു സ്പോട്ട് ലൈറ്റിങ് ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ്. മാഗ്നറ്റിക് ഒക്കെ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാം, അങ്ങനെ എന്തൊക്കെയാണ്. ഫേസ് 2 അൺബോക്സിങ്ങിൽ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവിടെ ഫുള്ള് ഇപ്പം എല്ലാം കൂടെ അലമ്പൊക്കെയാണ്, ഫുൾ കച്ചറായിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത് ഒരു സുഖം ഉണ്ടാവും ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഫേസ് 2ലേക്ക് മാറ്റി വെക്കാം. ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അല്ല, ആർട്ടിഫിഷ്യൽ ലീഫാണ്. ഇത് ഇവ എടുക്കരുതേ, പോയി പോട്ടോ, തുടരുതേ. മുകളിലെ ടോയ് അല്ല കേട്ടോ, തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ കീറിപ്പോ, അതിനെ കൊണ്ടാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ലീഫാണ് ഇത്. വേറൊരു വ്ളോഗറിൻ്റെ പേര് ഓർമ്മയില്ല, ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ചേച്ചിയുടെ വീഡിയോയിൽ കണ്ടതാണ്. ആ ഒരു മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒട്ടി വെച്ച് നല്ല രസം ഉണ്ടായത് കാണാൻ. എത്രത്തോളം നമ്മളെ റൂമിൽ വെച്ച് രസം ഉണ്ടാവും എന്നറിയില്ല, എന്നാലും നോക്കാം. വലിയൊരു പേപ്പർ ബോക്സിൽ വന്നിട്ടുണ്ട്. ഈ സെയിം സ്റ്റിക്കർ ഈ പേപ്പർ സാധനത്തിൽ വെക്കുമ്പോൾ രസമല്ല കേട്ടോ. ബോക്സിൽ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു കിക്ക് കിട്ടുള്ളൂ. ഈ സാധനം വരെ എന്തിനാ വേറൊരു പേപ്പർ കവറിൽ കൊടുക്കുന്ന എനിക്കറിയില്ല. ഇത് ഓപ്പൺ ആകുന്നതിനെ കൊണ്ടായിരിക്കുമെങ്കിൽ. അയ്യേ, ഇത് സെയിം മറ്റേ ഞാൻ പറഞ്ഞില്ലേ 12 സെറ്റ്, അത് ഈ റിട്ടേൺ അയക്കാനൊരു സാധനമായി. ഇത് മാറ്റാണ്, ഫ്ലോർ മാറ്റാണ്. നല്ല അടിപൊളി പാക്കേജ്.
ജിമ്മ് മണക്കുന്നു. എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് മാറ്റാണെന്ന് തോന്നുന്നത്. ഹോം ഇത് നമ്മുടെ വീട്ടിലേക്ക് ഇത് എങ്ങനെയാണിത്, ആ ഒരു ഫ്രിൽസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചവിട്ടിയിട്ട് വയ്ക്കുമ്പോൾ ഒക്കെ പൊടിയൊക്കെ തട്ടാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഉണ്ടാവുക? ഇതെനിക്ക് അറിയാമായിരുന്നു, ഞാൻ എക്സാക്ട് സാധനമാണ് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് വാങ്ങിയത്. എന്നിട്ട് പോലും ഞാൻ ആലോചിച്ചത് എങ്ങനെയായിരിക്കും വർക്കാവുക എന്നുള്ളത്. കറക്റ്റ് ആ ഒരു ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, എന്തായാലും മെറ്റീരിയൽ റഗ്ഗല്ല, എന്തോ ഒരു മെറ്റീരിയൽ ഇല്ലേ, ആ ഒരു എന്തോ വാട്ടർ പ്രൂഫോ വാട്ടർ റെസിസ്റ്റൻ്റോ എന്തോ വലിയ സംഭവം എന്തോ ആണ്. കുറേ എന്തൊക്കെയോ കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ നോക്കി നോക്കത് അവിടെ നമ്മൾ നോക്കി ഇപ്പോൾ വീടല്ലേ, എനിക്ക് തോന്നുന്നു ചിലപ്പം നമ്മൾ ബാത്റൂമിൽ നിന്നൊക്കെ കയറി വന്ന റൂമിലേക്ക് വെക്കുന്ന സമയത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യും തോന്നുന്നു. അച്ഛൻ വാഷ്റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കാം, അഭിപ്രായം കറക്റ്റായിട്ട് ചോദിച്ചു നോക്കാം.